തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നിന്ന് കാണാതായ മധ്യവയസ്കയെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. നെയ്യാർ ഡാം സ്വദേശിനി സ്ത്രീയുടെ മൃതദേഹം നെടുനെല്ലിവേലിയിലെ ഒഴിഞ്ഞൊരു പറമ്പിൽ നിന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. സംഭവത്തിൽ തിരുനെല്ലിവേലിയിലെ ബിപിൻ രാജിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഈ അന്വേഷണം തിരുനെല്ലിവേലിയിലേക്ക് എത്തിയത്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ തിരുവനന്തപുരം കുറ്റിച്ചൽ സ്വദേശിയായ ത്രേസിയെ കാണാനില്ലായിരുന്നു. ഈ കാണാതായതിന് പിന്നാലെ തന്നെ കുടുംബം നെയ്യാർ ഡാം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ത്രേസിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സാധാരണ ഈ പള്ളികളിൽ സന്ദർശനം നടത്താറുള്ള ഒരു പതിവ് ത്രേസിക്ക് ഉണ്ടായിരുന്നു. തുടർന്ന് ഈ വർക്കല ഭാഗത്ത് ത്രേസി അവസാനമായി കണ്ടുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പിന്നീട് ഈ തമിഴ്നാട് പോലീസിൽ നിന്നാണ് ഒരു വിവരം ലഭിക്കുന്നത്. അതായത് ത്രേസിയുടെ മൃതദേഹം തിരുനെൽവേലിയിൽ കണ്ടെത്തിയതായി തമിഴ്നാട് പോലീസാണ് കേരള പോലീസിന് വിവരം അറിയിക്കുന്നത്. ഈ തിരുനെൽവേലിയിലെ ഒരു ആളൊഴിഞ്ഞ പറമ്പിലാണ് ത്രേസിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ സ്വാഭാവിക മരണമെന്നതാണ് പോലീസും കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഈ സംഭവത്തിൽ തിരുനെൽവേലി സ്വദേശിയായ വിപിൻ രാജിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ തിരുനെൽവേലി വെച്ച് ഈ സഹായം വാഗ്ദാനം ചെയ്ത വിപിൻ രാജ് ത്രേസിക്കൊപ്പം കൂടിയെന്നതാണ് പോലീസ് പ്രാഥമികമായും പറയുന്നത്. തിരുനെൽവേലി ബസ് സ്റ്റാൻഡിൽ ഇറക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി ത്രേസിയെ കൊണ്ടുപോവുകയും അവിടെ വച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു എന്നതാണ് പോലീസ് പറയുന്ന കാര്യം. പീഡന ശ്രമത്തിനിടെ ശ്വാസം മുട്ടിച്ച് ത്രേസിയെ കൊലപ്പെടുത്തിയെന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നിലവിൽ തിരുനെൽവേലിയിലെ സർക്കാർ ആശുപത്രിയിലാണ് ത്രേസിയുടെ മൃതദേഹമുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ബന്ധുക്കൾ ഉൾപ്പെടെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തിരുനെൽവേലിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നതാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ഈ കൊലപാതക കൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ തമിഴ്നാട് പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഈ കേസ് ഉള്ളതെങ്കിൽ കൂടിയും നെയ്യാർ ഡാം പോലീസും സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. SKN പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.